ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ രണ്ടാമത് അതായത് ആദ്യത്തെ സെക്ഷൻ താഴെ നമ്മൾ നട്ടിരിക്കുന്നുണ്ട് കൈരളി കുരുമുളകെല്ലാം. അത് കുഴപ്പമില്ല, അതിനകത്തൊരു 2 പ്ലാന്റ് മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷേ നമ്മളിവിടെ മുകളിലേക്ക് നമ്മുടെ കുമ്പുക്കൈ കുരുമുളക് കൊണ്ട് നട്ടത് കുറേ പ്ലാന്റ് ഇപ്പം ഉണ്ട് പോയിട്ടുണ്ട്. ഇതെല്ലാം കരിഞ്ഞു പോയി, ഇത് കരിഞ്ഞു പോയി, ഇത് കരിഞ്ഞു പോയി, ഇത് കരിയാറായി വാടി നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പ്ലാന്റും പോയി. അപ്പം അങ്ങനെ കുറച്ച് പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലാന്റ് നമ്മൾ നടുമ്പം അത്യാവശ്യം മഴക്കാലം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നടുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം ഞാൻ ഇറിഗേഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് ഒരു ഫലപ്രദമായിട്ടത് ആകുന്നില്ല. കാരണം ഇതെല്ലാം തിപ്പിലി ഗ്രാഫ്റ്റ് ചെയ്തതായതുകൊണ്ട്, കുർബൈൻ ഗ്രാഫ്റ്റ് ചെയ്തതായതുകൊണ്ട് അത്രയും വെള്ളം വലിച്ചെടുക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. ഒന്നെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ പ്രശ്നമായിരിക്കാം. പക്ഷേ ചില പ്ലാന്റുകളായിട്ടുണ്ട്. ഇപ്പം ഈ പ്ലാന്റ് കയറി വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്തുള്ള ഈ പ്ലാന്റ് കയറി വരുന്നുണ്ട്. അതിനകത്ത് തിരി വരെ ഇട്ടിട്ടുണ്ട്. പക്ഷേ കുറേ പോയിട്ടുണ്ട്. അത് വെള്ളത്തിൻ്റെ ആണോ അതോ മണ്ണിൻ്റെ ആണോ എന്നറിയില്ല. അവിടെ ഒന്നുകൂടെ റീപ്ലാന്റ് ചെയ്ത് നോക്കണം. ഇപ്പം പറ്റുവാണെന്നുണ്ടെങ്കിൽ മഴക്കാലം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലാന്റ് നടുക. അല്ലെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് രാവിലെയും വൈകിട്ടും നല്ലോണം നനച്ചുകൊണ്ടിരിക്കുക.